നമ്മള് മീൻ പിടിക്കാൻ വേണ്ടി വന്നിട്ടില്ലേ, വെള്ളം കണ്ടോ? ഒട്ടും വെള്ളമില്ല, നല്ല പോലെ വെള്ളം കുറഞ്ഞിട്ടുണ്ട്. നോക്ക് ഗൈസ്, പ്രാവ് കൊറേ പ്രാവ്, അതിൽ ഒരേ ഒരു വെള്ളപ്രാവ് മാത്രമുണ്ട്. കണ്ടോ? എല്ലാം നെല്ല് കൊത്തി തിന്നാൻ വേണ്ടി വന്നിരിക്കുക കേട്ടാ. അപ്പൊ നമ്മൾക്ക് കാര്യത്തിലോട്ട് വരാം. നമ്മുടെ ചൂണ്ടയിടാൻ വേണ്ടി വന്നപ്പോൾ വെള്ളം നല്ല പോലെ കുറവുണ്ട്. മീൻ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ചെറിയ മീനുണ്ട്, പിന്നെ മറ്റേ പോട്ട മീനുണ്ട് കേട്ടോ. നമുക്കൊന്ന് കാര്യമായിട്ട് അവിടെ എന്തോ മീനുണ്ട്, 1-2 മീനുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് മീനുണ്ട്, പക്ഷെ ഇവിടെ മീനൊന്നുമില്ല. നോക്ക്, വെള്ളം നല്ലപോലെ കമ്മിയായിരിക്കണുണ്ടാവും. ചിലപ്പോൾ ഈ പുല്ലിന്റെ ഇടയിലൊക്കെ, ഈ ചണ്ടിന്റെ ഇടയിലൊക്കെ ഉണ്ടാവും അല്ലേ മീന്. എന്നാലും മീനൊന്നും ഇല്ല ഗൈസ്, എല്ലാവരും പിടിച്ചിട്ട് പോയി. കണ്ടോ, വേനൽക്കാലത്തിന്റെ നോക്ക് ഒരിതുപോലെ തോന്നുന്നില്ലേ? മീനൊന്നും ഇല്ല കേട്ടാ. അല്ല, വെള്ളമൊക്കെ നല്ല പോലെ കുറഞ്ഞു കേട്ടാ. മീന് നമ്മൾക്ക് കണ്ട ഇറങ്ങി പിടിക്കാം, അത്രയ്ക്കേ ഉള്ളൂ വെള്ളം. ഇവിടെ നോക്കാട്ടോ നമുക്ക്. ദേ നോക്ക്, കൊച്ചുകൾക്കൊക്കെ നല്ല സുഖം. ആഹാ, ഇവിടത്തെ അവസ്ഥ ഇവിടെയും അതൊക്കെ തന്നെയെന്നാ തോന്നണേ. കണ്ടോ? പോട്ട മീനുണ്ട് കേട്ടോ. കണ്ടോ പോട്ട മീനുണ്ട്, പിന്നെ മറ്റേ ഒരു സൈസ് മീനും കൂടി ഉണ്ട്. അത് കുറച്ച് വലുതാണ്, കുറച്ച്. ബാക്കിയൊന്നും ഇല്ല തോന്നുന്നു ഗൈസ്. വലിയ മീൻ അവിടെ ഉണ്ട്. കണ്ടോ? ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ? അവിടെ കുറച്ച് വലിയ മീനുണ്ട് കേട്ടോ. പക്ഷെ ഇത് നമ്മൾ എന്തിനാ പിടിക്കണേ? എന്നാലും നോക്കാം. പരൽ മീനുണ്ട് കേട്ടോ, വലുതാ. വലിയ പരൽ മീനുണ്ട് ഗൈസ്. നമുക്ക് ചൂണ്ടി എടുത്തിട്ട് ഇപ്പൊ തന്നെ വരാം. ഇവന്മാരൊക്കെ എന്താണാവോ പിടിക്കണേ. കിട്ടണ്ടോ? വല്ലതും കിട്ടുന്നുണ്ടോ? മീൻ കിട്ടണ്ടോ? നല്ല തീറ്റയാ. നോക്ക്, ഇവിടെയൊക്കെ എന്തോ വെള്ളം കുറവ്. വരാൽ മീനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കാണും. നോക്കട്ടെ ഇവിടെയൊക്കെ എന്തൊക്കെ മീനൊക്കെ ഉണ്ടേന്ന്. ഇവിടെ കൊറേ ചണ്ടി ഉണ്ട് ഗൈസ്, അതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. കണ്ടോ? ഇനി അങ്ങോട്ട് പോയി ഇതൊക്കെ തന്നെ അവസ്ഥ കേട്ടോ. കണ്ടോ, എത്ര വെള്ളം നല്ല പോലെ കമ്മിയായിരിക്കുന്നുണ്ടോ? ഇതാണ് അതിൻ്റെ ഇത്. ഇവിടെ എത്രയോ വെള്ളമുള്ളൂ. നമ്മൾക്ക് എന്തായാലും ഇവിടെ തന്നെ വെള്ളം പിടിക്കാം. അല്ല, വെള്ളമല്ല, മീന് വലിയ മീനുണ്ട്. എവിടെ? ഞാൻ കണ്ടായിരുന്നു വലിയ മീന്. ഇപ്പൊ കാണുന്നില്ല കേട്ടോ. കൊറേ പരൽ മീനുണ്ട് കേട്ടോ. അവിടെ ഉണ്ട് കൊറേ. പക്ഷെ എല്ലാം കുഞ്ഞു മീന് പോലെയും തോന്നുന്നുണ്ട്. ഓടിയും കളിക്കുന്നുണ്ട്. എന്താ ചെയ്യണ്ടേ? നമുക്ക് പിടിക്കാല്ലേ. എന്തായാലും നമ്മൾ ഫിഷിങ്ങിന് വേണ്ടി വന്ന സ്ഥിതിക്ക് കുറച്ചു നേരം നമ്മൾക്ക് ചെയ്ത് നോക്കാം, ചൂണ്ടിയിട്ട് നോക്കാം അല്ലേ. ഇവിടെ നോക്കട്ടെ. ഇവിടെയൊക്കെ കുറേ കുഞ്ഞു മീനാണല്ലേ ഗായ്സ്. ഞാൻ ഇവിടെ വന്നിട്ടില്ലേ, ഒരു വലിയൊരു മീൻ പിടിക്കുന്ന ആളിനെ കണ്ടു ഗായ്സ്. ദേ കണ്ടോ? അവൻ മത്സരിച്ച് മീൻ പിടിച്ചോണ്ടേയിരിക്കുകയാണ്, തിന്നോണ്ടേയിരിക്കുകയാണ്. കണ്ടോ? അവിടെ ഒരു കൊറ്റിയുണ്ട് ഗൈസ്, കൊറ്റി. അവൻ നല്ലതുപോലെ മീന് സൂക്ഷ്മമായിട്ട് പിടിച്ചോണ്ടിരിക്കുകയാണ്. നമ്മൾക്കിനി അവനുമായിട്ട് മത്സരിക്കാം കേട്ടോ. അതിൻ്റെ അടുത്ത് വേറൊരു കൊറ്റിയുണ്ട് ഗൈസ്. കണ്ടോ? അവനെ നേരെ കാണുന്നില്ല, പക്ഷെ ഇവനിങ്ങനെ നടക്കുന്നുണ്ട്. എന്താല്ലേ ഗൈസ്, ഞാനിങ്ങനെ ഈ ചൂണ്ടയും പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. എവിടെയാണ് ഉള്ളത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ബസ്സിൻ്റെ സൗണ്ടാണ്, അത് മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, അപ്പം നമ്മൾ കാര്യത്തിലോട്ട് വരാം. ഞാനിങ്ങനെ കുറേ മീൻ എവിടെയാണ് നിൽക്കണമെന്ന് നോക്കിയിട്ട് നടക്കുകയാണ് അവിടെ ചൂണ്ടയിടാൻ വേണ്ടിയിട്ട്. പിന്നെ അതോ അറ്റത്തില്ലേ, അവിടെ കുറേ ചേട്ടന്മാർ ചൂണ്ടയിടുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾക്ക് എന്തായാലും ദേ നോക്കൂ, വലിയ കൊറ്റി, വലുത്. കറുപ്പ് കളർ വേറൊരു കൊറ്റി. അതിൻ്റെ കഴുത്ത് നോക്ക്, നല്ല വളഞ്ഞിട്ടോ. ഇവിടെ കുറെ മീനുണ്ട് തോന്നുന്നു. ഇവിടെ എന്തൊക്കെയൊക്കെയോ ഒരു അനക്കം. കണ്ടോ? ഇതെന്താണ് ഇങ്ങനെ? പാമ്പാ? ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇതെന്ത് ഇങ്ങനെയൊക്കെ അനങ്ങണേ? പടച്ചോനെ, അതെന്താ അങ്ങനെയൊക്കെ? വെള്ളം മൊത്തത്തില് വൈബ്രേറ്റ് ചെയ്യണ പോലെ അല്ലേ?
നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ട് പോവാം. പക്ഷെ മീൻ എവിടെയും കാണുന്നില്ലല്ലോ. എന്തായാലും കുറച്ച് ദൂരം നടക്കാം ഗൈസ്. പിന്നെ ഇല്ലേ ദേ അതില്ല ആ മരം, ആ തെങ്ങ് കണ്ടോ, അതിൻ്റെ അപ്പുറത്തില്ലേ ഒരു കായൽ പോലത്തെ സംഭവം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ പോയിട്ട് ആ ദൂരത്ത് കാണുന്നുണ്ടോ തെങ്ങിങ്ങനെ കുറേ, അവിടെ വലിയ കായലുണ്ട്. അവിടെ അങ്ങനെയൊക്കെ സ്ഥലമുണ്ട് ഗൈസ്. പക്ഷേ ഈ കായലിലൊക്കെ എന്ത് മീനായിരിക്കും ഉണ്ടാവുക, അതുപോലെ എന്ത് ബൈറ്റ് ഇടുന്നുണ്ട്, എനിക്കതൊക്കെ നല്ല ഡൗട്ട് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ പോവാത്ത കേട്ടോ. കണ്ടോ അവിടെ കുറേ പേര് വരുന്നുണ്ട് ചൂണ്ടിയിടാൻ വേണ്ടിയിട്ട്. ഞാൻ എന്തായാലും അങ്ങോട്ട് പോകണില്ല. നമ്മളിവിടെ എന്തെങ്കിലും ചെറിയ മീന് പിടിക്കാം, അതേ പറ്റുള്ളൂ. വെറുതെ എന്തിനാ എനിക്ക് മീൻ പിടിക്കാൻ അറിയില്ല എന്ന് അവരെ കൂടി അറിയിക്കണല്ലേ. നമുക്ക് ഇവിടെ തന്നെ നോക്കാം ഗൈസ്. ഇത് നോക്ക്, വെള്ളം കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇതെന്താണിത്, നടന്ന് നടന്ന് ഇപ്പം അവിടെ എത്താറായല്ലോ. തിരിച്ച് നടക്കാൻ തോന്നുന്നുണ്ട്. നോക്കട്ടെ ഗൈസ്, ഇതിനേക്കാൾ നല്ലത് അവിടെ തന്നെ ചൂണ്ടിയിടുന്നത് തന്നെ. അങ്ങടെ തന്നെ നടക്കാം ഇനി. ഇവിടെ ഒന്നും ഇല്ല കേട്ടാ ഗൈസ്. ഓ ബസ് ഗൈസ്, എത്ര പെട്ടെന്നാലേ മറ്റേ ഈ നെല്ലൊക്കെ ഉണങ്ങിയിരിക്കണത്. ഒരു മാസം മുൻപ് അങ്ങനെ വിതച്ചുള്ളൂ, ഇപ്പോഴേക്കും വലുതായി നെല്ലൊക്കെ വന്ന് നല്ല ഭംഗിയില് കാണാൻ വേണ്ടിയിട്ട്. ഓയ് നല്ല ഭംഗിയുണ്ട് ഗൈസ്. അയ്യോ കുടുങ്ങി. പടച്ചോനി, ഇനി അത്രയും ദൂരം നടക്കണോ? നടക്കാൻ വയ്യ, എനിക്കൊന്ന് വയ്യ ഗൈസ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരമേ ചൂണ്ടിയിടുള്ളൂ കേട്ടോ. മീൻ കിട്ടുകയാണെങ്കിൽ കുറേ നേരം ഇടും, പക്ഷെ മീൻ കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് നേരം ഇടുള്ളൂ. നോക്കാം നമുക്ക്. ഇത് നോക്ക്, കൊത്തുന്നു നോക്ക്, എത്രയാ മീന്. സൂപ്പറായി കൊത്തുന്നു. അയ്യോ ബ്ലറായോ ഗൈസ്. നമ്മുടെ തീറ്റ തിന്ന് കഴിഞ്ഞു എത്ര പെട്ടെന്ന്. നമുക്ക് ഇവിടെ തന്നെ ചൂണ്ടിയിടാം കേട്ടോ, കാരണം ഇവിടെ കുറച്ച് മീനുകളുണ്ട്. ഇങ്ങോട്ട് വാ, നോക്ക് കൊത്തുന്നുണ്ടാ. അയ്യോ കിട്ടിയില്ല. നോക്കിക്കോട്ടെ കൊത്തുന്നത്. നല്ല ചെറിയ മീന്, വലിയ മീന് വന്ന് കൊത്ത്. കുറേ പോട്ട മീനുണ്ട് കേട്ടാ. അവന്മാരൊന്നും പക്ഷെ നേരെ ബൈറ്റ് എടുക്കില്ല. തിന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്താ കണ്ടോ, ഇതാണ് അവസ്ഥ ഗൈസ്. നോക്ക്, ഒരു കളർ കണ്ടോ, ആ മീന് നോക്ക്. വലിയ മീന് പോയി. അതെന്ത് മീന്? ഞാൻ അതെല്ലാം നോക്കിക്കൊണ്ട് കണ്ട അത് മറ്റേതാണ് തോന്നുന്നുണ്ട്, കരിപ്പിടി. പക്ഷേ അവിടെ നോക്ക്, നല്ല ഭംഗിയുള്ളൊരു മീൻ. ഇതേ ഇപ്പം കാണാനില്ല കേട്ടോ. നല്ല ഭംഗിയുള്ള 2 മീനിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചായിരുന്നു. പോട്ട് പോലത്തെ പക്ഷേ വേറൊരു ടൈപ്പ്. നമ്മളെ കുറച്ച് നേരമായി നോക്കിക്കൊണ്ടിരിക്കുന്നു. വലിയ മീനൊന്നും വരുന്നില്ല കേട്ടോ, കാരണം ഇവർക്ക് അവിടെ കുറേ സാധനങ്ങളുള്ളതുകൊണ്ട്. പിന്നെ ആ നടുക്ക് കുറേ എന്തൊക്കെയോ കളറൊക്കെ കാണുന്നുണ്ട്. അവിടെ വലിയ മീനുണ്ട്, പക്ഷേ ഇങ്ങനെ ഇവിടെയൊന്നുമില്ല ഗൈസ് നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. ഒരു മീനെങ്കിലും കിട്ടി എന്നുള്ളൊരവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ അവിടെ പോയി കുടുക്കി. ഇതാണ് പരിപാടി. പക്ഷെ എന്ത് കഷ്ടമാണ്. ഞാൻ ഇതൊന്ന് എടുക്കട്ടെ. കിട്ടിയിട്ടാ. കുറേ നേരമായി ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെന്തൊട്ട് മീനാ? ഇത് പരൽ മീൻ. എവിടെ ഫോക്കസ് ആവണില്ലല്ലോ കുറച്ചൊന്നും ഗൈസ്. മീന് കിട്ടി, പരൽ മീന് കിട്ടിയിട്ടോ. കണ്ടോ, കുഞ്ഞു മീനല്ലേ ഗൈസ്. കണ്ടോ, ഒരു കുഞ്ഞു പരൽ മീന് കിട്ടിയിട്ടോ. എന്തായാലും സന്തോഷം ഗൈസ്, കാരണം ഞാൻ കുറേ നേരമായി കിടന്ന് കഷ്ടപ്പെടുന്നു. ഒരുത്തനെങ്കിലും കിട്ടിയല്ലോ. താങ്ക് യുടാ മുത്തേ. നീ വന്നില്ലായിരുന്നെങ്കിൽ ഇന്നും ഞാൻ മീൻ പിടിച്ചില്ല എന്നുള്ള കമൻറ്റ് കേൾക്കേണ്ടി വന്നേനെ. കണ്ടോ, കുഞ്ഞു മീനേട്ടാ. ഒരു മീന് കിട്ടിയ സ്ഥിതിക്ക് നമ്മൾക്കൊന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചിലപ്പോൾ എൻ്റെ ട്രൈയിൽ വീണെങ്കിലോ. അതൊരു പഴയ ഡയലോഗാണെങ്കിലും നമുക്ക് നോക്കാം ഗൈസ്. കൊത്തുണ്ട് കണ്ടോ, ലൈവായിട്ട് കൊത്തുന്ന് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. വലിയ മീനൊന്നും കാണാനില്ല, ഈ കുഞ്ഞു മീനേ ഉള്ളൂ. അവൻ എൻ്റെ തീച്ചിനെ കൊണ്ടുപോയി. നോക്ക്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കുഞ്ഞു മീനിനെ കാണാൻ. ഗൈസ്, ഞാൻ വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനി ഒരു മീനും കൂടി പിടിച്ചിട്ട് പോവാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ അവൻ കൊണ്ടുപോയി. നോക്ക്,
കുറേ മീനുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് എല്ലാത്തിനെയും കാണാൻ വേണ്ടിയിട്ട്. നേരെ കാണണില്ലല്ലേ. കണ്ടോ കണ്ടോ, കുറേ പോട്ട മീൻ. നല്ല ഭംഗിയില് ഗൈസ് കാണാൻ. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. നമുക്ക് നിർത്തിയാലോ, എനിക്കൊട്ടും വയ്യ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇത്ര നേരം മീൻ പിടിക്കുകയായിരുന്നു കേട്ടോ. എന്തായാലും ഒരു മീൻ കിട്ടി. അത് വളരെ വലിയ സന്തോഷകരമായ വാർത്തയാണ്. കാരണം നമ്മൾക്ക് എപ്പോഴും മീനൊന്നും കിട്ടാറില്ലല്ലോ. പിന്നെ പൊതുവെ ഇവിടെ മീൻ നല്ലപോലെ കമ്മിയാണ് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് മീനൊന്നും കിട്ടാത്ത. അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടിയേനെ. നിങ്ങൾക്കറിയാലോ, നമ്മളിവിടെ നിന്ന് സിലോപ്പി മീനും വലിയ പരൽ മീനൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ വറുത്തൊക്കെ തിന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഇന്ന് നമ്മൾക്ക് കാര്യമായിട്ട് മീനൊന്നും കിട്ടില്ല ഗൈസ്. വെള്ളം നല്ലപോലെ കുറവാണ്. അതുകൊണ്ടാണ് എന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾക്ക് അടുത്തത് വേറെ സ്പോട്ടിക്കൊക്കെ പോകണം നല്ല ആഗ്രഹമുണ്ട് ഗൈസ്. പിന്നെ എനിക്കിന്ന് കുറച്ച് വയ്യ, അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ചെറിയൊരു വീഡിയോ ആയത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ.